ദൈവനാമത്തിന് മഹത്വം. വീണ്ടും ഒരു വ്യാഴാഴ്ച ദിവസം ദൈവവചനത്തിൻ്റെ പഠനത്തിനായിട്ട്, ബൈബിൾ ക്ലാസ്സിനായിട്ട് നമുക്ക് ഇത്രയും പേർക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് നന്ദിയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നത് പേഴ്സണലി നമ്മൾ ചുരുക്കം പേരാണെങ്കിലും വി ആർ ഗെയിനിങ് സംതിങ് ഔട്ട് ഓഫ് ഇറ്റ്. ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് ഗുണമുണ്ടാകുന്നു എന്നുള്ളത് വിശ്വസിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിച്ച്. തീർച്ചയായിട്ടും പേഴ്സണലി എൻ്റെ കാര്യം പറഞ്ഞാൽ ഈ സെക്കറിയാവിൻ്റെ പ്രവചനം വെറുതെ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതിൻ്റെ ആഴത്തിലേക്ക് ഒരിക്കലും വ്യക്തിപരമായി പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റ് പഠനങ്ങൾ പോലും കേൾക്കുവാനോ ശ്രദ്ധിക്കുവാനോ ഇടയായിട്ടില്ല. ഈ ദിവസങ്ങളിലാണ് ആ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്നത്. ഈ ഓരോ അധ്യായങ്ങൾ നാം സഭയ്ക്ക് വേണ്ടി ക്ലാസ് എടുക്കേണ്ടത് കൊണ്ട് ഞാനും അത് സ്വയമേ പഠിച്ചിട്ടാണ് പിന്നീട് അത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ടൊരു അഭ്യർത്ഥന ഉള്ളത്, നാം പല ആക്ടിവിറ്റീസ് ഇതിനകത്തുണ്ട്, ഒരു എഫേർട്ട് ഇതിനകത്തുണ്ട്. അത് വ്യക്തിപരമായിട്ട് എനിക്ക് ഗുണം ചെയ്യുന്നു, എന്നാൽ നാം വരുന്നവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഗുണമുണ്ട്. ഇപ്പോൾ ഇതൊരു വീഡിയോ മുഖേന നമ്മൾ എടുക്കുന്നുണ്ട്, ഇതെല്ലാം നമ്മുടെ ചാനലിലുണ്ട്. വ്യക്തിപരമായിട്ടുള്ളൊരു പഠനമാണ് എപ്പോഴും ദൈവവചനത്തിൽ പ്രയോജനം ചെയ്യുന്നത്. ബെറിയലുള്ള വിശ്വാസികളെക്കുറിച്ച് നമുക്കറിയാം. അവർ വചനങ്ങൾ കേട്ടിട്ട് അത് പരിശോധിച്ചു. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളതിനെ ഒന്ന് കേട്ട കാര്യങ്ങൾ ഫുള്ള് 1 മണിക്കൂർ 50 മിനിറ്റ് ഉള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഓർമ്മയിൽ നിൽക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എളുപ്പമാണ്, നമുക്ക് അതിൻ്റെ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി വീഡിയോ ഉണ്ട്, മറ്റ് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതും ഈ അധ്യായവും ഒന്ന് ചേർന്ന് പിന്നീട് സമയം കിട്ടുമ്പോൾ ഒന്ന് അയവിറക്കുന്നത് നല്ലതായിരിക്കും. അത് ഒന്ന് റിപ്പീറ്റ് ഒരു ടെലികാസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ അടുത്ത വ്യാഴാഴ്ചത്തെ ക്ലാസ് മുമ്പായിട്ട് നമുക്ക് ഈ 5-ാം അധ്യായത്തിൽ നാം എത്രത്തോളം ഓർക്കുന്നുണ്ട്, അല്ലെ 4-ാം അധ്യായം എത്രത്തോളം ഓർക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്ന വിഷയം. വേണേൽ അതിനുവേണ്ടി മറ്റ് ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനുള്ള പോർട്ടൽസൊക്കെ നമുക്ക് സഭയായിട്ട് ചിന്തിക്കാവുന്ന വിഷയമാണ്. അത് പഠിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്താൽ അടുത്ത തവണ ഞാനോ അല്ലെങ്കിൽ ആ ടീച്ചിങ് എടുക്കുന്ന ആൾ വന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് അടുത്ത അധ്യായത്തിലേക്ക് പോകാൻ പറ്റും. പലപ്പോഴും ഈ ഒരു സമയത്ത് നമുക്ക് ഇടയ്ക്ക് ആ ചോദ്യോത്തരങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസർ സെഷനുള്ള സമയമില്ലാത്തത് കൊണ്ട് പല സംശയങ്ങൾ വരാം. ഇപ്പോൾ ചിലപ്പോൾ സംശയം വരുത്തുമില്ല, വീട്ടിൽ ചെന്ന് അത് പഠിക്കുമ്പോഴായിരിക്കും വരുന്നത്. നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് അതിൻ്റെ എത്രാമത്തെ അധ്യായമാണ്? ചില ഇൻറ്ററാക്റ്റീവ് സെഷൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എത്രാമത്തെ അധ്യായമാണ്? 6-ാമത്തെ അധ്യായമാണ്. 7 കുഴപ്പമില്ല. 6-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. 5 അധ്യായങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചു. ഈ ഒരു പ്രവചനത്തിൻ്റെ സെക്കറിയാവാണ് ലേഖനക്കാരൻ നമുക്കറിയാം എഴുതിയത്. അപ്പോൾ ഇതിൻ്റെ പ്രമേയം അല്ലെങ്കിൽ ബേസിക് ഈ ഒരു പ്രവചനത്തിൻ്റെ ഉദ്ദേശം എന്താണ്, എന്തിനു വേണ്ടിയാണ് ഇത് എഴുതിയത്, ഇതൊക്കെ ബേസിക് കാര്യമാണ്. നമ്മൾ എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ആഴ്ചയിൽ ഈ കാര്യം എന്തായാലും പറയും. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ അല്ലെങ്കിൽ സെക്കറിയാവ് അല്ലെങ്കിൽ ദൈവാത്മാവ് ഈ ഒരു പ്രവചനം നൽകുന്നത്? ഇസ്രായേൽ ജനത്തിന് എന്തിനാണ് നൽകിയത്? ദൃഷ്ടാന്തമായിട്ട് എന്തിനാണ് നൽകിയത്? അത് രജിസ്റ്റർ ആവാൻ വേണ്ടിയാണ് ഞാനിത് ഒന്നുകൂടെ ചോദിക്കുന്നത്. കാരണം ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണാം, ഓൾമോസ്റ്റ് ദർശനങ്ങളുടെ അവസാനത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. അതുകൊണ്ട് അത് മനസ്സിൽ രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു പ്രവചനം എഴുതിയത് ആലയത്തിൻ്റെ റീബിൽഡിങ്ങിന് വേണ്ടിയാണ്. പണികൾ പുരോഗമിക്കണം, അതിൻ്റെ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞു. അവരുടെ പ്രവാസകാലത്തിലായിരുന്നു. അതിൽ അവർ മടങ്ങി വന്നിട്ട് അവരുടെ ആലയം പണിയണം, ദേവാലയം. അതിനുവേണ്ടിയാണ് അവരെ സെക്കറിയാവ്, ഹഗായി ഇതിനു മുമ്പ് അവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്, അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ് അനേക കാര്യങ്ങളിലൂടെ. അതാണ് നാം ഈ 5-ാം അധ്യായം വരെയും കണ്ടത്. സോ റീബിൽഡിങ് ഓഫ് ദി ടെമ്പിൾ, അതാണ് ഈ സെക്കറിയാവ് പ്രവചനത്തിൻ്റെ ഒരു ഓവർലോൺ അണ്ടർലൈങ് തീം. അതൊരിക്കലും മറക്കരുത്. ഓക്കെ, സെക്കറിയാവ് വാക്കിൻ്റെ അർത്ഥം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർക്കാറുണ്ട്. അത് വായിച്ചാൻ അറിയാം. യാഹ്വേ റിമെമ്പേഴ്സ്, യഹോവ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഓക്കെ, അതിൻ്റെ ചില പ്രതിഫലനങ്ങൾ നാം ഈ അധ്യായങ്ങളിൽ കണ്ടു. ഈ 5 അധ്യായങ്ങളിൽ എത്ര ദർശനങ്ങൾ നാം ചിന്തിച്ചു കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു? എത്ര ദർശനങ്ങൾ പഠിച്ചു കഴിഞ്ഞു? മുഴുവനായിട്ട് ഇതിനകത്ത് എത്ര ദർശനങ്ങൾ ഉണ്ട്? 8 ദർശനങ്ങൾ. എത്ര ദർശനങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു?
7 ദർശനങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. 5-ാം അധ്യായത്തിൽ 6ഉം 7ഉം 6-ാമത്തെയും 7-ാമത്തെയും ദർശനമാണ് നാം പഠിച്ചു കഴിഞ്ഞത്. ഇല്ല, 8 ദർശനങ്ങൾ മാത്രമേ ഉള്ളൂ. 8ാമത്തെ ദർശനമാണ് ഈ 6-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗത്ത് ഉള്ളത്. ഈ ഒരു പ്രവചനം എന്നാണ് എഴുതപ്പെട്ടത്? അപ്രോക്സിമേറ്റ്ലി 520 BC, 520 BC. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതിന്റെ 520 വർഷങ്ങൾക്ക് മുൻപ്, ബിഫോർ ക്രൈസ്റ്റ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇതൊക്കെ അതിന്റെ ബേസിക് കാര്യങ്ങളാണ്. അപ്പൊ ഈ വാക്യങ്ങൾ നമുക്ക് 15 വാക്യങ്ങളുണ്ട്. നാം സാധാരണ ആ വാക്യങ്ങൾ വായിക്കാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ അതിന്റെ ആവശ്യത്തിന്റെ അനുസരിച്ച് 1ഉം 2ഉം 3ഉം വാക്യങ്ങൾ വെച്ച് വായിക്കുന്നതായിരിക്കും. സമയത്തിന്റെ കുറവ് കാരണം നമ്മൾ അതിന്റെ 15 വാക്യങ്ങളാണ് ഈ സെക്കറിയാവ് 6-ാം അധ്യായത്തിൽ ഉള്ളത്. 15 വേഴ്സസ്. അതിന്റെ 1-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെയാണ് ഈ ദർശനം. ഈ 8ാമത്തെ ദർശനം, ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ ദർശനം ആദ്യത്തെ 8 വാക്യങ്ങളിലാണ്. പിന്നീടുള്ള വാക്യങ്ങൾ, അതായത് 9-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ മറ്റൊരു വിഷയമാണ് അവിടെ പരാമർശിക്കുന്നത്. ദർശനം 8-ാം വാക്യത്തോടെ അവസാനിക്കുകയാണ്. അപ്പൊ ഈ അധ്യായത്തിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. 3-4 കൂട്ടം കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ ആമുഖമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഒരു കാര്യം, ഈ ഒരു മെസ്സേജ് പ്രധാനമായിട്ടുള്ള പ്രമേയം ഇതാണ്: ഗോഡ് ഈസ് സോവറിൻ ഓവർ നേഷൻസ്. ദൈവം ആണ് പരമാധികാരിയായിട്ടുള്ള ഒരു യഹോവ. ഹി ഈസ് സോവറിൻ. ആ ഒരു കാര്യം വ്യക്തമായിട്ട് ഈ അധ്യായത്തിലൂടെ, ദർശനത്തിലൂടെയും മറ്റ് വാക്യങ്ങളിലൂടെയും വ്യക്തമാക്കുന്നു. ഗോഡ് ഈസ് സോവറിൻ ഓവർ നേഷൻസ്. ദൈവമാണ് ഈ ജാതികളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ അന്നും ഇന്നും, അന്ന് ഇസ്രായേലിനോട് സംസാരിക്കുമ്പോഴും ഇന്നും നാം ഈ കാണുന്ന സംഭവങ്ങൾ കാണുമ്പോഴും പരമാധികാരിയായിട്ടിരിക്കുന്നത്, സോവറിനായിട്ടിരിക്കുന്നത് ദൈവമാണ്. രണ്ടാമത്തെ കാര്യം, ദൈവം പാപത്തെ വിധിക്കുന്നു. ഗോഡ് ജഡ്ജസ് സിൻ. ദൈവത്തിന് ഒരു വിധിയുണ്ട് പാപത്തിന്റെ മേൽ. ആ കാര്യം ഇവിടെ പറയുന്നു. മൂന്നാമത്, ഗോഡ് ബിൽഡ്സ് ഹിസ് ടെമ്പിൾ. ദൈവമാണ് തൻ്റെ ആലയത്തെ പണിയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് നാം ഈ വാക്യങ്ങളിൽ കാണും. ഞാനത് മെയിൻ പ്രമേയങ്ങളൊന്ന് പറഞ്ഞു പോവുകയാണ്. അവസാനമായിട്ട് നാം കാണുന്നത് ഈ ശാഖയായിരിക്കുന്നത്, ബ്രാഞ്ച് ആയിരിക്കുന്ന ക്രിസ്തു രാജാവും പുരോഹിതനുമായി വാഴും. ഓക്കെ, അവർ ക്രൈസ്റ്റ്, ദ ബ്രാഞ്ച് ക്രൈസ്റ്റ് ജീസസ് വിൽ റെയിൻ, ഓക്കെ, ആസ് കിങ് ആൻഡ് ആസ് പ്രീസ്റ്റ് ബോത്ത്. ഈ കാര്യങ്ങളാണ് നാം പ്രധാനമായിട്ടും ഈ 15 വാക്യങ്ങളിൽ കാണുന്നത്. ആദ്യമായിട്ട് നമുക്കിതിൻ്റെ 3 വാക്യങ്ങൾ വായിക്കാം. ഫസ്റ്റ് 3 വേഴ്സസ് വിൽ റീഡ്. ആദ്യത്തെ 3 വാക്യങ്ങൾ പ്രാരംഭമായിട്ട്. 4 രഥങ്ങൾ. 4 രഥം പുറപ്പെടുന്നത് താമ്രപർവ്വതങ്ങളായിരുന്നു. ഒന്നാമത്തെ രഥത്തിന് ചുവന്ന കുതിരകളെയും, രണ്ടാമത്തെ രഥത്തിന് കറുത്ത കുതിരകളെയും, മൂന്നാമത്തെ രഥത്തിന് വെളുത്ത കുതിരകളെയും, 4-ാമത്തെ രഥത്തിന് പുള്ളിയും പൂര നിറവുമുള്ള കുതിരകളെയും കൂട്ടിയിരുന്നു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട്, യജമാനനെ, ഇത് എന്താണെന്ന് ഞാൻ ചോദിച്ചു. മതി. ആദ്യത്തെ 3 വാക്യങ്ങളിൽ നാം അവിടെ സെക്കറിയാവ് തൻ്റെ കണ്ണുകൾ ഉയർത്തി പൊക്കി നോക്കിയപ്പോൾ കണ്ട ഒരു ദർശനമാണ് 8ാമത്തെ ദർശനം. ഈ ചില കാര്യങ്ങൾ ഞാൻ ചോദിക്കുക, അത് ആർക്കെങ്കിലും പറയാവുന്നതാണ്. എന്തൊക്കെ ഇതിനകത്ത് കാണുന്നത്? 3-4 കൂട്ടം കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ദർശനത്തിൽ. എന്താ താൻ കാണുന്നേ? 4 രഥങ്ങൾ, 4 chariots. അത് മനസ്സിൽ വെക്കുക. 4 രഥങ്ങൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമുണ്ട്. പിന്നെന്തോ കാണുന്നത്? 2 പർവ്വതങ്ങൾ. അത് എത്ര പർവ്വതങ്ങളാ? താമ്ര പർവ്വതങ്ങൾ. എനിക്ക് തോന്നുന്നു അതിനെ വെങ്കല പർവ്വതങ്ങളും പറയാം, അല്ലെ? ബ്രോൺസ് മൗണ്ടൻസ്. അപ്പൊ അതാണ് 2ാമത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പോയിന്റ്. അതാണ് പഠിക്കേണ്ടത്. പിന്നീട് എന്താ നാം വായിക്കുന്നത്? കുതിരകളെ കാണുന്നില്ലേ? കുതിരകൾ, പല നിറത്തിലുള്ള കുതിരകളെ നാം കാണുന്നു. പിന്നീട് വേറെ വല്ലതും കാണുന്നുണ്ടോ ഈ അധ്യായത്തിൽ? പ്രധാനമായിട്ടും ഈ 3 കാര്യങ്ങളാണ് നാം കാണുന്നത്. ഒന്ന്, 4 രഥങ്ങൾ, 4 chariots. അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. പിന്നെ 2 വെങ്കല പർവ്വതങ്ങൾ അല്ലെങ്കിൽ താമ്ര പർവ്വതങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കണം. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? പിന്നെ ഈ കുതിരകളുടെ നിറങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാം, 4 രഥങ്ങൾ, 4 chariots. വാട്ട് ഡസ് ദീസ് സേ? എന്താണത് പറയുന്നത്?
അതിനുവേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. 68 സങ്കീർത്തനം 17 വാക്യം, Psalm 68 verse 17. അവിടെ നാം വായിക്കുന്നത് ഈ രഥങ്ങളെക്കുറിച്ച് വായിക്കുന്നു. ദൈവത്തിന്റെ രഥങ്ങൾ ആ. ആയിരം ആയിരവും ആ കോടി കോടിയുമാകും. ആ കർത്താവ് അവരുടെ ഇടയിൽ സീനായി വിശുദ്ധ മന്ദിരത്തിൽ തന്നെ. മതി. ദൈവത്തിന്റെ രഥങ്ങൾ 1000 ആയിരവും കോടി കോടിയും ആകുന്നു. അപ്പോൾ മറ്റൊരു ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ വായിക്കുന്നത് ചാരിയറ്റ്സ് ഓഫ് ദ ഗോഡ്, ദി ഏഞ്ചലിക് ബീയിങ്സ് ആർ thousands and thousands and Lord is among them. അപ്പോൾ ഈ രഥങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ ഇവ ദൈവത്തിന്റെ ദൂത സൈന്യങ്ങളാണ്, ദൈവത്തിന്റെ ഏഞ്ചലിക് ഹോസ്റ്റ്സ് ആണ്, ആർമീസ് ആണ്, ദൈവത്തിന്റെ ഡിവൈൻ പവർ, ദൈവത്തിന്റെ ശക്തിയെ കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ് ഈ 4 രഥങ്ങളെ കുറിച്ച് നമുക്കറിയാം. പഴയ കാലഘട്ടത്തിൽ രാജാക്കന്മാർക്ക് അവർ രഥങ്ങൾ എത്ര ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പവർ, ശക്തിയെ കാണിക്കുന്ന വിഷയമാണ്. അങ്ങനെ ദൈവത്തിന്റെ രഥങ്ങൾ 1000 ആയിരവും കോടി കോടി എന്ന് പറയുമ്പോൾ മറ്റൊരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ വായിക്കുന്നത് അത് ദൂതഗണങ്ങളെ കാണിക്കുന്നത്, ദൂത സൈന്യത്തെയാണ് കാണിക്കുന്നത്. ഇത് മറ്റ് സ്ഥലങ്ങളിലും ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പഴയ നിയമത്തിൽ. അത് നമുക്കൊന്ന് എടുത്തു വായിക്കാം, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. 2 രാജാക്കന്മാർ അതിൻ്റെ 6 അധ്യായം 17 വാക്യം ഒരാൾക്ക് വായിക്കാം. 2 രാജാക്കന്മാർ 2 അധ്യായം 11 വാക്യം മറ്റൊരാൾക്ക് വായിക്കാം. 2 Kings chapter 6 verse 17, 2 Kings chapter 2 verse 11. അവിടെ ഈ എലീശയുടെ ജീവിതത്തിലും ഏലിയയുടെ ജീവിതത്തിലും ഈ രഥങ്ങൾ അല്ലെങ്കിൽ ഈ സൈന്യത്തിന്റെ ഒരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. 6:17, 2 രാജാക്കന്മാർ 6:17. ആ ആ ആ അപ്പോ എലീശയുടെ ചുറ്റും ഈ രഥങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് താൻ കണ്ടു. ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം കൊടുക്കുന്ന ഒരു ചിത്രമാണ് നാം എലീശയുടെ ഭാഗത്ത് കാണുന്നത്. ആ മറ്റേ വാക്യം കൂടെ ഒന്ന് വായിക്കാം. 2 രാജാക്കന്മാർ 2:11. അവിടെ ഏലിയോടൊപ്പം ഈ രഥങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. സ്വർഗത്തിലേക്ക് തന്നെ അപ്പോൾ ഏലിയാവിന്റെ ചുറ്റും ഇത്തരത്തിലുള്ള സൈന്യം വന്ന് തന്നെ സ്വർഗത്തിലേക്ക് ആ ചുഴലിക്കാറ്റിലൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ദൈവത്തിന്റെ പവർ, ശക്തിയെ, സൈന്യത്തെ കാണിക്കുന്ന ഒരു ചിത്രീകരണമാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് അന്ന് സംസാരിക്കുന്നത് അവര് ഡിപ്രസ്ഡ് ആണ്. ഇതിന്റെ കാലഘട്ടം എപ്പോഴും മനസ്സിൽ വെക്കുക. ആ ദേവാലയം 2ാമത് പണിയുവാനുള്ള ബലം അവർക്കില്ല, അവർക്ക് അതിനുള്ള ഉത്തേജനമില്ല, അവർക്ക് അതിനുള്ള സീലില്ല, അതിനുള്ള റിസോഴ്സസ് ഇല്ല. അവർ വളരെ ക്ഷീണിതരായിട്ടിരിക്കുമ്പോഴാണ് ഈ അധ്യായങ്ങളെല്ലാം, ദർശനങ്ങളെല്ലാം സെഖര്യാവിലൂടെ അവർക്ക് ലഭിക്കുന്നത്. ഈ അവസാന ദർശനത്തിൽ ഇതാണ് പറയുന്നത്, ഈ രഥങ്ങൾ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിനാണ് ഈ ദിവ്യമായിട്ടുള്ള ശക്തി ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. യു ഹാവ് ദിസ് പ്രൊട്ടക്ഷൻ ഓഫ് ഗോഡ്. ദൈവമാണ് നിങ്ങളെ സംരക്ഷിച്ച് നടത്തുന്നത്. ഇന്നും നമുക്ക് ഇസ്രായേലിനോട് അനുബന്ധിച്ച് ഈ വിഷയങ്ങൾ അനേകം രീതിയിൽ ചിന്തിക്കുവാൻ സാധിക്കും. ചാരിയറ്റ്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ thousands and thousands, ആയിരങ്ങൾ അല്ലെങ്കിൽ കോടി കോടി രഥങ്ങൾ, സ്വർഗീയ സൈന്യങ്ങൾ ഉള്ള ഒരു ദൈവമാണ് ഇസ്രായേലിന്റെ ദൈവം. ആ ദൈവമാണ് നമ്മുടെയും ദൈവം. അതൊരു വലിയ ആശ്വാസത്തിന്റെ ഒരു കാര്യമാണ്. പവർ ഓഫ് ഗോഡ് സൂചിപ്പിക്കുന്നു ഈ 4 രഥങ്ങൾ. 2ാമത്തെ വിഷയം, ഈ ഒരു ദർശനത്തിന്റെ ആർ 2 mountains ഓഫ് ബ്രോൺസ്, 2 വെങ്കല പർവ്വതങ്ങൾ, താമ്ര പർവ്വതങ്ങൾ. അത് എന്താണ് കാണിക്കുന്നത്? പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം 27 അധ്യായം മുഴുവനായിട്ട് വായിക്കണം. അതുകൊണ്ട് അതിന്റെ ഒരു വാക്യമായിട്ട് എടുത്തു പറയുവാൻ ബുദ്ധിമുട്ടാണ്. ആ അധ്യായം വായിക്കുമ്പോൾ ഈ പാപത്തിനെതിരെയായ ഒരു ന്യായവിധിയെ അവിടെ സൂചിപ്പിക്കുന്നു. ആ സൂചിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഈ വെങ്കല പാത്രങ്ങളെയാണ്, അല്ലെങ്കിൽ ഈ താമര പാത്രങ്ങളെയാണ്, ബ്രോൺസിനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് തിരുവെഴുത്തിൽ വെങ്കലം കാണിക്കുന്നത് ന്യായവിധിയെ കാണിക്കുന്നു. ഇൻ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിൽ എവിടൊക്കെ ഈ താമ്രപാത്രങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗമുണ്ടോ അത് ഇസ്രായേൽ ജനത്തിന്റെ മേൽ അല്ലെങ്കിൽ ലോകത്തിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയെ കാണിക്കുന്ന ഒരു വിഷയമാണ്. ദാറ്റ് ഈസ് ബ്രോൺസ്. വെങ്കലം എന്ന് നാം ചിന്തിക്കുമ്പോൾ ന്യായവിധിയെ കാണിക്കുന്നു. 2ാമത്തേത് പർവ്വതങ്ങൾ നമുക്കറിയാം എങ്ങനെയാണ്. മൗണ്ടൻസ്, അവരുടെ ക്യാരക്ടേഴ്സ് എങ്ങനെയാണ്? മൗണ്ടൻസ് അനങ്ങുമോ? ചഞ്ചലം ഇല്ലാത്തതാണ്, കുലുങ്ങാത്തതാണ്.
ഉറപ്പുള്ളതാണ്, പവർഫുള്ളാണ്. അതിന്റെ അർത്ഥം ഇതാണ്, ഈ ന്യായവിധി താമ്രപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ, ഈ 2 താമ്രപർവ്വതങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് കുലുക്കമില്ല. ദൈവത്തിന്റെ ന്യായവിധിക്ക് യാതൊരു വ്യത്യാസവുമില്ല. സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം ന്യായവിധി തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ചുറ്റും ശത്രുക്കളാണ്. യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് ദേവാലയം പണിയണം, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്. ദൈവത്തിന്റെ 4 രഥങ്ങൾ ദൈവിക സൈന്യത്തെ കാണിക്കുന്നു. പിന്നീട് എന്താ കാണിക്കുന്നത്? ഈ 2 വെങ്കല പർവ്വതങ്ങൾ. അവർക്കെതിരെ തെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ദൈവത്തിനെതിരെ വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് എന്തുണ്ട്? ജഡ്ജ്മെന്റ് ഉണ്ട്. അത് വെറും ഒരു യാദൃശികമായിട്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഈ കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നാലും അനേക സംഭവങ്ങൾ നമുക്ക് കാണാം. നമുക്ക് മനസ്സിലാവുന്ന സംഭവങ്ങളുണ്ട്, മനസ്സിലാവാത്ത സംഭവങ്ങളുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്ക് ഓർക്കാം, ഈ പർവ്വതങ്ങൾ അല്ലെങ്കിൽ ഈ ജഡ്ജ്മെന്റ്സ് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിന്റെ കൺട്രോളിലുള്ള ഒരു കാര്യമാണ്. ദൈവം സർവാധികാരിയായിട്ട് ഈ ന്യായവിധികൾ നടപ്പിലാക്കുകയാണ്. പല രാജ്യങ്ങളോടും പല ജനങ്ങളോടും ദൈവത്തിന്റെ സർവാധികാരത്തിൽ. അത് മനസ്സിലാക്കുമ്പോൾ ഇതൊരു യാദൃശികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് ദൈവത്തിങ്കിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള അതോറിറ്റേറ്റീവ്, ആധികാരികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന് ഒരു ബലത്തിന് കാര്യമുണ്ട്, ഒരു ആശ്വാസത്തിന് ഇടമുണ്ട്. അതേ രീതിയിൽ ഇന്ന് പുതിയ നിയമവിശ്വാസികളായിരിക്കുന്ന നാം ആത്മീകമായിട്ടുള്ള ദേവാലയം പണിയുമ്പോൾ, അത് അർത്ഥാൽ നാം ചിന്തിച്ചതുപോലെ കഴിഞ്ഞ അധ്യായങ്ങൾ ചിന്തിച്ചു, ഇന്ന് നമ്മുടെ ദേവാലയം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബ്രിക്ക് ആൻഡ് മോട്ടാർ ആലയമല്ല. ഇന്ന് നമ്മുടെ ദേവാലയം എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരം, ബോഡി ഓഫ് ക്രൈസ്റ്റ്, നാം ഒക്കെയും എല്ലാവരും ചേർന്നുണ്ടാവുന്ന ഒരു ദേവാലയം. അപ്പൊ ദൈവത്തിന്റെ ശരീരത്തെ നാം ഇന്ന് പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അനേക പ്രതിസന്ധികളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലൂടെ, നമ്മുടെ തന്നെ ഗ്രൂപ്പ്സിൽ എത്ര കാര്യങ്ങളാണ് വരുന്നത്. നാം പ്രാർത്ഥിക്കുന്നത്, അതിന് ഉത്തരങ്ങൾ ലഭിക്കുന്നു. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു ഉത്തരം നമുക്ക് ലഭിച്ചു. ദൈവം കൃപയോടെ നമ്മളെ നടത്തുന്നു. എന്നാൽ പ്രതികൂലങ്ങളുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ലോകങ്ങളിലും ഉണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് ആശ്വാസം ലഭിക്കുന്ന വിഷയം, 4 രഥങ്ങൾ ഉള്ളത് ദൈവത്തിന്റെ പവറിനെ കാണിക്കുന്നു, ദൈവത്തിന്റെ ദിവ്യമായിട്ടുള്ള ദൂത സൈന്യങ്ങളെ കാണിക്കുന്നു. ഈ 2 വെങ്കല പർവ്വതങ്ങൾ കാണിക്കുന്നത് ന്യായവിധിയുടെ ഒരു പ്രതീകമാണ്. ഇറ്റ് ഇസ് എ സിമ്പിൾ ഓഫ് ജഡ്ജ്മെന്റ്. അപ്പോൾ ന്യായവിധിയുടെ ഒരു സമയമുണ്ട്, ഇതിനുള്ള അവസാനമുണ്ട്. ഈ പ്രതികൂലം അല്ലെങ്കിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവർ, പീഡനങ്ങൾ ചെയ്യുന്നവർ, ദ്രോഹിക്കുന്നവർക്ക്, ഇസ്രായേലിനെ ദ്രോഹിക്കുന്നവർക്ക്, ദൈവജനത്തെ ദ്രോഹിക്കുന്നവർക്ക് അതിനുള്ളത് അതിന്റെ സമയത്ത് ദൈവം കൊടുക്കുക തന്നെ ചെയ്യും. അതൊരു നമുക്കൊരു മുന്നറിയിപ്പായിട്ടും അല്ലെങ്കിൽ ഒരു അറിവാനായിട്ടും സാന്ത്വനത്തിനും ഒരു കാരണമാണ്. പിന്നീട് നാം ചിന്തിച്ചു ആ ഒരു 3 വാക്യങ്ങളിൽ, ഹോർസസ്, കുതിരകൾ പല നിറത്തിലുണ്ട്. ബ്ലാക്ക്, വൈറ്റ്, റെഡ്, ഡാപ്പിൾ, പല നിറത്തിൽ, ചുവപ്പും കറുപ്പും വെള്ളയും കുതിരകൾ നാം കാണുന്നു. ഈ കുതിരകൾ നാം ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. എവിടെയാണ് കണ്ടിട്ടുള്ളത്? ഇതേ പ്രവചനത്തിൽ കുതിരകളെ കുറിച്ചുള്ള പരാമർശം നാം മറ്റൊരു ദർശനത്തിൽ കണ്ടിട്ടുണ്ട്. ഏത് ദർശനമായിരുന്നു ഓർക്കുന്നുണ്ടോ? അല്ല, ഇതേ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. സെക്കറിയ പ്രവചനത്തിൽ തന്നെ കുതിരകളുടെ പരാമർശമുണ്ട്. ഒന്നാമത്തെ ദർശനം മേർട്ടിൽ ട്രീസ്, ആ ഒരു മലയാളത്തിലെ പദം ഞാൻ ഓർക്കുന്നില്ല. ഏതാ? കൊടുന്തുകൾ. ആ മരത്തിന്റെ ചുറ്റും എന്താണുള്ളത്? ഈ കുതിരകൾ ഉണ്ട്. അപ്പോ ഇതിന്റെ നിറങ്ങളെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു സ്ക്രിപ്ചർ പോർഷൻ എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഈ റെഡ്, ബ്ലാക്ക്, വൈറ്റ് ദൈവവചനത്തിൽ വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒരു സ്പെക്യുലേഷൻ ചെയ്യുന്നില്ല, വെറുതെ ഒരു അസംഷൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ കുതിരകൾ കാണിക്കുന്നത് ദൈവത്തിന്റെ ഏജൻസ് ആണ്, ദൈവത്തിന്റെ ആൾക്കാരാണ് ഇവരൊക്കെ. കുതിരകൾ അവര് പെട്രോളിംഗ് നടത്തുന്നു നാം കണ്ടായിരുന്നു. ഈ ലോകത്തെ മൊത്തം അവിടെ ഊടാടിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരു പെട്രോളിംഗ് നടത്തുകയാണ്. നമുക്കറിയാം പോലീസിന്റെ പെട്രോളിംഗ് ഒക്കെ ഉണ്ട്. നൈറ്റ് നമ്മൾ പോകുമ്പോൾ 12 മണി കാണാം. അവർ നോക്ക്, എവറിത്തിങ് ഈസ് ഫൈൻ, എവറിത്തിങ് ഈസ് ഇൻ ഓർഡർ, എല്ലാ കാര്യങ്ങളും ക്രമത്തിൽ പോകുന്നുണ്ടോ എന്ന് അവര് നിരീക്ഷിക്കുകയാണ്. അങ്ങനെ ഈ ലോകത്തിൽ ദൈവത്തിന്റെ ഏജൻസ് ആയിട്ട് ഈ കുതിരകളെ നമുക്ക് അങ്ങനെ കാണാം. അവർ പെട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹി ഈസ് ഇൻ കംപ്ലീറ്റ് കൺട്രോൾ. ദൈവം ഇത് നിരീക്ഷിച്ച് പൂർണ്ണമായിട്ടുള്ള കൺട്രോളിലാണ്
ദൈവം ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും കരുതുവാൻ സാധിക്കും. ദൈവത്തിന്റെ ഈ കുതിരകൾ കാണിക്കുന്നത് അനേക സ്ഥലങ്ങളിൽ ഇവരെ വിട്ട് ഇവര് ഫുൾ കാര്യങ്ങളെക്കുറിച്ചുള്ള നോളജ് ഉള്ളവരാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൽ അല്ലെങ്കിൽ ദൈവവിശ്വാസികളുടെ മധ്യത്തിൽ സുവിശേഷം അറിയിക്കുന്ന അനുബന്ധത്തിൽ സംഭവങ്ങൾ അനേകം സംഭവിക്കുമ്പോൾ നമുക്ക് ആശ്വാസത്തിനും ബലത്തിനുമുള്ള കാര്യം ഇതാണ്: ദൈവത്തിന്റെ 4 രഥങ്ങൾ, ദൈവത്തിന്റെ ന്യായവിധി, അത് വെങ്കല പർവ്വതങ്ങളിലൂടെ ഈ കുതിരകളെ നാം കാണുമ്പോൾ വളരെ ശക്തിയും ബലവും ദൈവത്തിൽ നമുക്ക് ലഭിക്കും. ഇസ്രായേൽ ജനത്തിന് ദേവാലയം പണിയുവാൻ വേണ്ടി ചുറ്റും ശത്രുക്കളാണ്. അവരുടെ മധ്യത്തിൽ ദേവാലയം പണിയുവാൻ ഇത് പ്രചോദനം നൽകി. ഇന്ന് നാം ദൈവത്തിന്റെ ശരീരം പണിയുമ്പോൾ എങ്ങനെയാ പണിയുന്നത്? സുവിശേഷം അറിയിച്ച്, ദൈവവചനം അറിയിച്ച്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിളിച്ച് പറയുമ്പോൾ ആ കാര്യങ്ങൾ പ്രതികൂലത്തിന്റെ മധ്യേ നാം ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ബലം നൽകുന്ന വിഷയമാണ്. 4ഉം 5ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വേഴ്സ് 4 and 5. 4ഉം 5ഉം വാക്യം. പുറപ്പെടുന്ന ആകാശത്തിലെ 4 കാറ്റാണ്. കറുത്ത കുതിരകളുള്ളത് വടക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു. വെളുത്തവ അവയുടെ പിന്നാലെ പുറപ്പെട്ടു. ഉള്ളിയുള്ളവ തെക്കേ ദേശത്തിലേക്ക് പുറപ്പെട്ടു. ഊരാനിറമുള്ളവ പുറപ്പെട്ട് ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കാൻ നോക്കി. നിങ്ങൾ പോയി ഭൂമിയിൽ ഊടാടി സഞ്ചരിപ്പിൻ എന്ന് അവൻ കൽപ്പിച്ചു. അങ്ങനെ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു. അവൻ എന്നോട് ഉറക്കെ വിളിച്ച്, വടക്കേ ദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നവ വടക്കേ ദേശത്തേക്ക് എന്റെ കോപത്തെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. അപ്പം 6ഉം 7ഉം വാക്യം വരെ വായിച്ചെന്ന് തോന്നുന്നു. അപ്പൊ അത് ഒന്നിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. 4ഉം 5ഉം വാക്യങ്ങളിൽ നാം 4 ആത്മാക്കൾ, വിൻഡ്സ് ഓഫ് ഹെവനെ കുറിച്ച് വായിക്കുന്നു. ഈ രഥങ്ങൾ സ്വർഗത്തിലെ 4 ആത്മാക്കൾ അല്ലെങ്കിൽ കാറ്റുകളെ കുറിച്ച് കാണുന്നു. ഇതിന്റെ പരാമർശം വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. അത് വേണമെന്ന് വായിക്കാം. വെളിപ്പാട് 7-ന്റെ 1-ാം അധ്യായം 1-ാം വാക്യം, 7-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അതിനെ ഒന്ന് തുലനം ചെയ്യുവാൻ വേണ്ടിയാണ് നാം ഈ വാക്യം വായിക്കുന്നത്. ശേഷം ഭൂമിയിലും കടലിന്മേലും യാതൊരു വൃക്ഷത്തിന്മേലും കാറ്റ് കൂടാതിരിക്കേണ്ടതിന് 4 ദൂതന്മാർ ഭൂമിയിലെ 4 കാറ്റും പിടിച്ചുകൊണ്ട് ഭൂമിയുടെ 4 കോണിലും നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇത് നമുക്കറിയാം. ഭൂമിയുടെ 4 കോണുകൾ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, 4 കാറ്റുകൾ, 4 രഥങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ദൈവം ഈ സർവ ഭൂമിയെയും തൻ്റെ ദൂതന്മാരിലൂടെ, തൻ്റെ രഥങ്ങളിലൂടെ ഇവരെ സൈന്യങ്ങളെ അയച്ച് എല്ലാ വശത്തെയും ഒരു കൺട്രോളിനെ കാണിക്കുന്ന ഒരു വിഷയമാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിച്ചപ്പോഴും ഈ സെക്കറിയാവിന്റെ പ്രവചനത്തിൽ നാം വായിച്ചപ്പോഴും. എന്നാൽ ഇവരെല്ലാം ഈ കമാൻഡ് എടുക്കുന്നത്, ഇവരുടെ ആജ്ഞകൾ എടുക്കുന്നത് ദൈവത്തിങ്കൽ നിന്നാണ്. ദൈവം പറയുന്നതാണ് ഇവർ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടി 1 രാജാക്കന്മാർ 22-ാം അധ്യായം 19-ാം വാക്യം ഒന്ന് വായിക്കാം. 1 Kings chapter 22 verse 19. അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഏഞ്ചലിക് ഹോസ്റ്റ്, ദേ വെയിറ്റ് ഫോർ ഗോഡ്സ് കമാൻഡ്. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഇവർ കാത്തു നിന്നിട്ടാണ് ചില കാര്യങ്ങൾ ഈ ദൂത സൈന്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മളെ ഓർക്കുവാൻ നല്ലതാണ്. 1 രാജാക്കന്മാർ 22-ാം അധ്യായം 19-ാം വാക്യം. സ്വർഗത്തിലെ സൈന്യങ്ങളൊക്കെയും ആ സിംഹാസനത്തിന്റെ ദൈവത്തിന്റെ ഇടത്തും വലത്തും നിൽക്കുകയാണ്. ദേ ആർ സ്റ്റാൻഡിങ് ബിഫോർ ദ ലോർഡ്. അപ്പൊ ഒരു സൈന്യം ഇങ്ങനെ ലെഫ്റ്റും റൈറ്റും നിന്നിട്ട് ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവിടുത്തെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി പിന്നീട് അവിടെ ഈ 4 ദിശയിലേക്കും പോകുന്നത്. കർത്താവ് പറയുന്നു, നീ ഈ സ്ഥലത്തേക്ക് പോവുക, അടുത്തത് ഈ സ്ഥലത്തേക്ക് പോവുക. ഒരു ആർമി ഡിവൈസ് പ്ലാൻസ് ചെയ്യുന്നത് പോലെ ആ രീതിയിൽ ദൈവത്തിന്റെ കൽപ്പനകൾ എടുത്തിട്ടാണ് ദൈവത്തിന്റെ സൈന്യത്തെ ഈ 4 ദിശകളിലേക്കും ലോകത്തിലേക്ക് കർത്താവ് അയക്കുന്നത്. കർത്താവിന്റെ ഒരു കംപ്ലീറ്റ് ഡിപ്പെൻഡൻസ് ഓഫ് ദീസ് ഫോഴ്സസ്. ഇവരെല്ലാവരും കർത്താവിൽ ആശ്രയിച്ചാണ് ഈ പ്രവർത്തനങ്ങളൊക്കെയും ചെയ്യുന്നത്. ഇത് ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ചെയ്യുന്ന രഥങ്ങളല്ല, അല്ലെങ്കിൽ കാറ്റുകളല്ല, ആത്മാക്കളല്ല, ദൈവത്തിന്റെ സൈന്യങ്ങളല്ല എന്നുള്ളത് നാം ഓർക്കണം, നമ്മുടെ മനസ്സിൽ വെക്കണം. നോട്ട് ഇൻഡിപെൻഡന്റ് ഫോഴ്സസ്, ദൈവത്തിന്റെ കമാൻഡ്സ് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ആണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചും നമ്മെ സംബന്ധിച്ചും
ഈ ചരിത്രത്തിൽ സംഭവിച്ച വിഷയങ്ങളും ഇത് 520 BC എഴുതിയ ഒരു പ്രവചനമാണ്. അത് കഴിഞ്ഞ് ഇത്രയും ഇന്ന് 2025 നിൽക്കുന്നു AD. ഈ ചരിത്രത്തിൽ സംഭവിച്ച വിഷയങ്ങളൊക്കെയും ആകസ്മികമായിട്ട് യാദർശികമായിട്ട് സംഭവിച്ച വിഷയങ്ങളല്ല. ഈ രാജ്യങ്ങളിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തിലും നിയന്ത്രണത്തിലുമാണെന്നുള്ള ഒരു സത്യം നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ദൂത സൈന്യത്തെ ഓരോ സ്ഥലത്തേക്ക് വിട്ട് അവിടെ ചില കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ ദൈവം ആദ്യം ഒരു മീറ്റിംഗ് കോൾ ഫോർവേഡ് ചെയ്യാണ്. ദൈവമാണ് ഇവരെ നയിക്കുന്നത്, എങ്ങോട്ട് വിടണം, എന്ത് സംഭവിക്കണം എന്നുള്ളത്. ഇന്ന് ചില മാധ്യമങ്ങളോട് ചില വാർത്തകൾ നാം കേൾക്കുമ്പോൾ നാം ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇതൊക്കെ അനുവദനീയമാണോ? നമ്മുടെ പരിമിതമായിട്ടുള്ള മാനുഷിക ബുദ്ധിയിലാണ് നാം അതൊക്കെ ചിന്തിക്കുന്നത്. എന്നാൽ ദൈവം ന്യായം വിധിക്കുമ്പോൾ, ദൈവം തൻ്റെ പരമാധികാരത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ച വിഷയങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കതെല്ലാം അയവിറക്കി ഒരു തീരുമാനം എടുക്കുവാൻ സാധ്യമല്ല. ഇന്ന് ചിലപ്പോൾ നാം തന്നെ ചിന്തിക്കാറുണ്ടായിരിക്കും, ഇസ്രായേൽ ഇതൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ് ഇവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ളത്. എന്നാൽ ദൈവത്തിന്റെ സർവാധികാരത്തിൽ പല കാര്യങ്ങളും സംഭവിക്കണം. അതങ്ങനെ സംഭവിച്ചേ മതിയാകൂ. ദൈവം പരമാധികാരിയായിട്ട് പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇവിടെ ആ 6ഉം 7ഉം വാക്യങ്ങൾ നാം വായിച്ചപ്പോൾ ആ രഥങ്ങളും കുതിരകളും പ്രത്യേകമായിട്ട് ചിലര് വടക്കേ രാജ്യത്തേക്ക് പോകുന്നു, ചിലത് തെക്കേ രാജ്യത്തേക്ക് പോകുന്നു. ഈ വടക്കേ രാജ്യം ഇസ്രായേലിനെ സംബന്ധിച്ച് പിന്നെ വടക്ക് എന്ന് പറയുന്നത് ബാബിലോൺ എന്ന രാജ്യമാണ്. അതിലേക്ക് പോകുന്നു. അവരുടെ ഇത്രയും നാളത്തെ ചരിത്രത്തിൽ ബാബിലോൺ ആണ് അവർക്ക് ഏറ്റവും വലിയ ശത്രു. അപ്പൊ ദൈവത്തെ സംബന്ധിച്ച് അവരെയാണ് ആദ്യം ന്യായം വിധിക്കുന്നത്. ജഡ്ജ്മെന്റ് ഫോൾസ് ദെയർ ഫസ്റ്റ്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ വടക്കേ രാജ്യത്തേക്ക് ദൈവം ന്യായവിധിയെ അയക്കുന്നു. തെക്കേ രാജ്യത്ത് എന്താണ്? തെക്കേ ഡയറക്ഷനിൽ ദിശയിൽ എന്താണ് ഉള്ളത്? മിസ്രൈം രാജ്യമാണ്, ഈജിപ്റ്റാണ്. അവരും ഇസ്രായേലിനെ ഉപദ്രവിക്കുന്ന മറ്റൊരു രാജ്യമാണ്, മറ്റൊരു ദേശമാണ്. അവർക്കെതിരെയുമുള്ള ന്യായവിധി ദൈവം വിടുന്നു. വടക്കേ രാജ്യത്ത് ബാബിലോണിലേക്ക് വിടുന്നു, തെക്കേ രാജ്യത്ത് മിസ്രൈമിലേക്കും ദൈവത്തിന്റെ ന്യായവിധി വിടുന്നു. ഇതെല്ലാം പ്രതീകമാണ്. ദൈവം ന്യായവിധികൾ വിടും. അന്ന് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ അന്നും ഇന്നും കർത്താവ് പ്രവർത്തിക്കുമ്പോൾ ഇന്ന് നാമും ഇസ്രായേൽ ജനത്തോട് ആ രീതിയിൽ ഇന്ന് സമത്വമുള്ളവരാണ്, അല്ലെ? കർത്താവായ യേശു ക്രിസ്തുവിൽ നാം ദൈവത്തോട് ആ ഒരു ബന്ധത്തിൽ സ്വന്ത ജനമായിട്ട് നാം തീർന്നിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് നമുക്കെതിരെ നിൽക്കുന്ന അത് വടക്കേ രാജ്യമാണെങ്കിലും, ഇവിടെ ബാബിലോണും മിസ്രൈം രാജ്യം എന്ന് പറയേണ്ട ആവശ്യമില്ല, ഏത് സ്ഥലത്തു നിന്നാണെങ്കിലും നാം ഇന്ന് വടക്കേ ഇന്ത്യ എന്നൊക്കെ പറയും, തെക്കേ ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ ഏത് രാജ്യത്ത് നിന്ന് പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തിന്റെ ന്യായവിധികൾ അതിലേക്ക് കർത്താവ് അയച്ചുവിടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ കുതിരകളെ കർത്താവ് എത്രയും പെട്ടെന്ന് അയച്ചുവിടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കർത്താവിന്റെ ആ ഹിതം ചെയ്യുവാൻ വേണ്ടി ഈ കുതിരകൾ എത്രയും പെട്ടെന്ന് they are waiting eagerly to go and act for God. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവത്തിന്റെ ദൂത സൈന്യങ്ങൾ എപ്പോഴും തൽപരരായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇസ്രായേലിന് വലിയൊരു എൻകറേജ്മെന്റ് ആയിരുന്നു, അവർക്കൊരു വലിയ പ്രചോദനമായിരുന്നു. ദൈവത്തിന്റെ ദൂത സൈന്യം അവരുടെ ശത്രുക്കളുടെ മേൽ അവർക്ക് ന്യായം വിധിക്കുവാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ദൈവം കൺട്രോളിൽ നിൽക്കുന്നു എന്നുള്ളൊരു വിഷയം നമ്മെ സംബന്ധിച്ച് നമുക്കും തീർച്ചയായിട്ടും ഈ ഒരു ബലം പ്രാപിക്കാം. ഈ പ്രവചനം നാം വായിക്കുമ്പോൾ ഇന്ന് നമുക്കും ബലം പ്രാപിക്കാം. നമ്മൾ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ സൈന്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ന്യായവിധി വടക്കേ രാജ്യത്ത് ആദ്യം, പിന്നീട് തെക്കേ രാജ്യത്തിലേക്ക് ന്യായവിധി പോകുന്നു. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവം ഒരിക്കലും പാപത്തെ വിട്ടുകളയുന്നില്ല. ദൈവം ഒരിക്കലും പാപത്തെ ഇഗ്നോർ ചെയ്യുന്നില്ല. എവിടെങ്കിലും പാപമുണ്ടെങ്കിൽ അവിടെ ന്യായവിധി കർത്താവ് കൊണ്ടുവന്നിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു പ്രവചനം എഴുതിയത് 520 BC 539 BC ചരിത്രം പറയുന്നു, ബാബിലോൺ മേഡേസും പേർഷ്യ രാജ്യത്തിന്റെ അടിമത്വത്തിലേക്ക് പോയി. 539 BC അവര് അടിമത്വത്തിലേക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ ന്യായവിധി ഒട്ടും താമസിക്കാതെ വടക്കേ രാജ്യത്തിലേക്ക് പോയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നും ചെറുകിട ന്യായവിധികൾ, പാർഷ്യൽ ജഡ്ജ്മെന്റ്സ് അവിടെയും ഇവിടെയുമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഭൂകമ്പങ്ങളുണ്ട്, വ്യാധികളുണ്ട്, പല രീതിയിലുള്ള അപകടങ്ങളുണ്ട്, ഒക്കെ പല രീതിയിലുള്ള പ്രളയങ്ങൾ നാം കാണുന്നു. അവിടെ ഇവിടെയുമായിട്ട്
ചെറിയ തോതിൽ നാം പലയിടത്തും ന്യായവിധികൾ കാണുന്നു. ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം, ലൂക്കോസ് 13-ാം അധ്യായം, ഇവിടെ എല്ലാം ഈ ചെറിയ തോതിലുള്ള ന്യായവിധികളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തിപരമായിട്ട് പഠിക്കാവുന്ന വിഷയമാണ്. അതാണ് നാം അതിൻ്റെ 4, 5, 6, 7, 8 വാക്യങ്ങളിൽ വായിക്കുന്നത്. ന്യായം വിധിക്കുന്ന ഒരു ദൈവം, കർത്താവ് പാപത്തെ ഒരിക്കലും വെറുതെ വിടുകയില്ല, തീർച്ചയായിട്ടും ന്യായം വിധിക്കും. അതാണ് ഈ 8ാമത്തെ ദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ 8ാമത്തെ ദർശനം പഠിപ്പിക്കുന്ന 2-3 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒന്ന് വെക്കുക. ഒന്ന്, 4 രഥങ്ങൾ, ദൈവത്തിന്റെ രഥങ്ങൾ, ദൈവത്തിന്റെ ആ ദിവ്യമായിട്ടുള്ള സൈന്യങ്ങൾ, ഏഞ്ചലിക് ബീയിങ്സ്, അവരാണ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ ആ സ്വർഗീയ ആത്മാക്കളാണ് 4 ദിക്കിലും പോയി നമുക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതേസമയം ന്യായം വിധിക്കുന്നത് കർത്താവാണ്. ദൈവത്തിങ്കൽ നിന്നാണ് ആ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുകയോ ചോദ്യം ചെയ്യേണ്ടയോ ആവശ്യമില്ല. ദൈവത്തിന്റെ പരമാധികാരത്തിലാണ് ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുന്നത്. ഗോഡ് ഈസ് ഇൻ കംപ്ലീറ്റ് കൺട്രോൾ. ഈ സൈന്യങ്ങളൊക്കെ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് കൽപ്പനകൾ കേട്ട് ഉൾക്കൊണ്ടിട്ടാണ് പിന്നീട് പോയി പ്രവർത്തിക്കുന്നത്. അല്ലാതെ അവർ സ്വയമേ പോയി നിയന്ത്രണമില്ലാതെ ചെയ്യുന്ന ഒരു വിഷയമല്ല. പിന്നെ ഈ ദർശനം കഴിഞ്ഞിട്ട് പിന്നീടുള്ള വാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിന്റെ 9-ാം വാക്യം തൊട്ട് 11-ാം വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം. വേഴ്സസ് 9 down to 11. ആ അവരോട് നീ വെള്ളിയും പൊന്നും വാങ്ങി കിരീടമുണ്ടാക്കി മഹാപുരോഹിതനായി യെഹോസാദാക്കിന്റെ മകനായ യോശുവയുടെ തലയിൽ വെച്ച് അവനോട് പറയേണ്ടതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, മൂള എന്ന പേരുള്ള ഒരു പുരുഷനുണ്ട്. 11-ാം വാക്യം വരെ മതി ഞങ്ങള്. ഓക്കെ, വായിച്ചു. ഓക്കെ. അപ്പൊ ഇവിടെ 9-ാം വാക്യം തൊട്ട് നാം 8-ാം വാക്യം വരെ ഉള്ളൂ ആ 8ാമത്തെ ദർശനം. മറ്റൊരു വിഷയം, ഇവിടെ യോശുവയുടെ കിരീടധാരണം അല്ലെങ്കിൽ യോശുവയ്ക്ക് കിരീടം വെച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് നാം ഈ 9-ാം വാക്യം മുതൽ വായിക്കുന്നത്. യോശുവ ആരാണ്? ഈ സഖറിയ പ്രവചനം നാം വായിച്ചപ്പോൾ നാം ചിന്തിച്ചതാണ് ഒരു അധ്യായത്തിൽ തന്നെ. മഹാപുരോഹിതനാണ് യോശുവ. അപ്പോൾ ഈ യോശുവയുടെ തലയിൽ ഒരു കിരീടം വെച്ചു കൊടുക്കുന്ന ഒരു വിഷയമാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ വായിക്കുന്ന ടേക്ക് സിൽവർ ആൻഡ് ഗോൾഡ് ഫ്രം ദി എക്സൈൽസ്, പ്രവാസികളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുക്കുക. ആരായി പ്രവാസികൾ? ആരാ പ്രവാസികൾ? ബാബിലോണിൽ നിന്ന് കടന്നു വന്നവർ. ബാബിലോണിലായിരുന്നു. ബാബിലോണിൽ നിന്ന് കടന്നു വന്നവർ, ഇന്ന് യഹൂദയിലേക്ക് കടന്നു വന്നവർ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന്റെ അടുത്തേക്ക്, ദൈവത്തിന്റെ അടുത്തിലേക്ക് വന്നവർ. ആരൊക്കെ? അവിടെ പേര് ഹെൽദായി, തൊബീജ, ജദായ, കുറച്ചു പേരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അവരിൽ നിന്ന് എന്ത് ചെയ്യണം? ഈ വെള്ളിയും പൊന്നും നിങ്ങൾ കളക്ട് ചെയ്യണം ഈ കിരീടത്തിന് വേണ്ടി. എന്താണത് സൂചിപ്പിക്കുന്നത്? അന്നത്തെ കാലത്ത് ബാബിലോണിൽ നിന്ന്, പ്രവാസത്തിൽ നിന്ന് കടന്നു വന്നവരെ അവിടെ സൂചിപ്പിച്ചു. അവരുടെ പേരുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ആത്മീകമായിട്ട് നാം ചിന്തിക്കുമ്പോൾ ഈ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുന്നത്, ഓഫറിങ്സ്, ഇവിടെ ദൈവത്തിന് വേണ്ടി കൊടുക്കുകയാണ്. ഈ വെള്ളിയും പൊന്നും അവര് എടുത്തു കൊടുക്കുകയാണ്. അത് ആരാണ്? ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്? ബാബിലോണിൽ നിന്ന് കടന്നു വന്നവരുടെ കയ്യിൽ നിന്ന് മാത്രം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലി ഫ്രം പീപ്പിൾ ഹു ഹാവ് കം ഫ്രം ദി എക്സൈൽ ഓഫ് ബാബിലോൺ. മറ്റാരുടെ കയ്യിൽ നിന്നും ഈ ഓഫറിംഗ് വാങ്ങിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു ഉപദേശ വിഷയമാണ് അവിടെ കിട്ടുന്നത്. ദൈവാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ഒരു ശേഖരണം, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി നാം വാങ്ങിക്കേണ്ടത് ഓൺലി ദൈവത്തിങ്കിലേക്ക് വന്ന ജനത്തോട് മാത്രമാണ്, ദൈവജനത്തിൽ നിന്ന് മാത്രമാണ്. ബാബിലോണിൽ വസിക്കുന്നവരോട്, അല്ലെങ്കിൽ പാപത്തിൽ നിൽക്കുന്നവരോട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനമല്ലാത്തവരോട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശരീരമല്ലാത്തവരോട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഓഫറിങ്സ് ഒന്നും വാങ്ങിക്കുവാൻ പാടില്ല. അതൊരു ഉപദേശ വിഷയമാണ്. ഇവിടെ പറയുന്നു, സിൽവർ ആൻഡ് ഗോൾഡ് were taken from the people who returned from exile from Babylon. ആ വിഷയം നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് പഠിക്കുവാൻ അവിടെ സാധിക്കും. അപ്പൊ ബാബിലോൺ എപ്പോഴും ഈ ലോകത്തെ കാണിക്കുന്നു. അവിടെ നിന്ന് മടങ്ങി വന്നവരിൽ നിന്ന് മാത്രമേ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ശേഖരണം നാം പ്രതീക്ഷിക്കുവാനും വാങ്ങാനും പാടുള്ളൂ. അവിടെ യോശുവ മഹാപുരോഹിതൻ, അവിടെ കിരീടം അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം 3-ാം അധ്യായം അതൊന്നും മനസ്സിലാക്കിയത്, അവിടെ പിശാജ് ഈ യോശുവയെ
എന്ത് ചെയ്തു? അക്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ കുറ്റം വിധിക്കുന്ന ഒരു ചിത്രീകരണം നാം പഠിച്ചിരുന്നു. അവിടെ സക്കറിയാവ് ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഈ വെടുപ്പാക്കി വസ്ത്രമൊക്കെ പുതിയ അങ്കി കൊടുത്തു, വൃത്തികെട്ട് കിടക്കുമായിരുന്നു, കലങ്കമായിട്ട് കിടക്കുമായിരുന്നു. ഒരു കാര്യം കൂടെ ചെയ്യുക, കർത്താവെ, കിരീടം കൂടെ ഇദ്ദേഹത്തിന് കൊടുക്കുക. ഇവിടെ നാം കാണുന്നത് യോശുവയുടെ തലയിൽ കിരീടം വെക്കുന്ന ഒരു ചിത്രീകരണമാണ് നാം ഇവിടെ കാണുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തില് മഹാപുരോഹിതനുണ്ട്, പിന്നെ രാജാവ് വേറെ ഉണ്ട്. ഒരാൾക്ക് തന്നെ മഹാപുരോഹിതനും രാജാവുമാവാൻ സാധ്യമല്ല. എന്നാൽ ഇവിടെ നാം കാണുന്നത് യോശുവയുടെ കേസിൽ മഹാപുരോഹിതനും രാജാവുമായ യോശുവയുടെ ഒരു ചിത്രീകരണം. യോശുവ ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സാമ്യത അല്ലെങ്കിൽ ചിത്രീകരണം, ഒരു ടൈപ്പ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആയിട്ടാണ് യോശുവയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരേ സമയം നമ്മുടെ മഹാപുരോഹിതനും രാജാവും ആണ്. അതിനെ ചിത്രീകരിക്കുന്ന ഒരു ദർശനമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് യോശുവയുടെ ആ ഒരു കിരീടധാരണം എന്ന് പറയുമ്പോൾ സിൽവർ ആൻഡ് ഗോൾഡ് കോൺട്രിബ്യൂട്ട് ചെയ്തത്, ആ ഒരു സത്യം നാം മനസ്സിലാക്കണം, അത് ദൈവജനമാണ്. അവിടെ മടങ്ങി വന്നവരാണ്, ബാബിലോണിൽ വസിക്കുന്നവരല്ല, ആ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവരാണ് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പിന്നീട് 12-13 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 12-13. മുള എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ നിലയിൽ നിന്ന് മോച്ചു വന്നു യഹോവയുടെ മന്ദിരം പണിയും. അവൻ തന്നെ യഹോവയുടെ മന്ദിരം പണിയും. അവൻ ബഹുമാനഭൂഷണം ധരിച്ച് സിംഹാസനത്തിൽ ഇരുന്ന് വാഴും. അവൻ സിംഹാസനത്തിൽ പുരോഹിതനുമായിരിക്കും. ഇരുവർക്കും തമ്മിൽ സമാധാന മന്ത്രണം ഉണ്ടാകും. മതി. അപ്പോൾ ഇവിടെ നാം ഈ ബ്രാഞ്ചിനെ കുറിച്ച്, ഈ ശാഖയെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഇതിന് മുമ്പത്തെ അധ്യായത്തിൽ നാം ചിന്തിച്ചതാണ്, ആ വിഷയം നാം കണ്ടതാണ്. ഈ ബ്രാഞ്ച് ആരെയാണ് കാണിക്കുന്നത്? നാം കഴിഞ്ഞ അധ്യായത്തിൽ ചിന്തിച്ചതാണ്, മിശിഹായായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നതാണ്. അതെവിടെയാണ് നാം കണ്ടത്? യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ. ആ വാക്യം ഒന്ന് വായിക്കാം ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി. അവിടെയാണ് ഈശായിയുടെ വേരിൽ നിന്നുള്ള ഒരു മുള അല്ലെങ്കിൽ ബ്രാഞ്ച് അല്ലെങ്കിൽ ശാഖയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈശായിയുടെ വേരിൽ നിന്നുള്ള ഒരു മുളയെക്കുറിച്ച് നാം കാണുന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കാഴ്ചവെക്കുന്ന യെശയ്യാ പ്രവചനം 11-ാം അധ്യായം 1-ാം വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ മുള എന്ന് കാണുമ്പോൾ, ബ്രാഞ്ച് എന്ന് നാം കാണുമ്പോൾ, അത് കർത്താവ് മിശിഹായെ കാഴ്ചവെക്കുന്ന ജീസസ് ക്രൈസ്റ്റിനെ കാണിക്കുന്ന ഒരു വിഷയമാണ്. അത് സെക്കറിയാവിന്റെ പ്രവചനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിച്ചതാണ്. മൈ സെർവന്റ് ദ ബ്രാഞ്ച്, എൻ്റെ ദാസനായ മുള എന്നുള്ളത് നാം 3-ാം അധ്യായത്തിലും ചിന്തിച്ച വിഷയമാണ്. എന്നാൽ അവിടെ നാം നേരത്തെ തുടക്കത്തിൽ നാം പറഞ്ഞതുപോലെ ആലയം പണിയുന്നത് ആരാണ്? ഹൂ ഈസ് ബിൽഡിംഗ് ദ ടെമ്പിൾ? ആക്ച്വലി ഇവിടെ ഇസ്രായേൽ ജനത്തോട് ആലയം പണിയുവാൻ വേണ്ടി അവിടെ പ്രബോധിപ്പിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു, ധൈര്യം നൽകുന്നു, സംരക്ഷണം നൽകുന്നു, പവർ നൽകുന്നു, അതെല്ലാം നൽകുന്നു. എന്നാൽ ഇവിടെ അതിന്റെ അടിസ്ഥാന സത്യം പറയുകയാണ്. ആരാണ് ശരിക്കും ആലയം പണിയുന്നത്? അവിടെ പറയുന്നത് ഹീ ബിൽഡ്സ് ദ ടെമ്പിൾ. ആരാണ് പറയുന്നത്? അവൻ ആണ് ഈ ആലയം പണിയുന്നത്. ആരാണ് അവൻ? കർത്താവായ യേശു ക്രിസ്തുവാണ് ഈ ആലയം ശരിക്കും ആത്യന്തികമായിട്ട് പണിയുന്നത്. നാം എല്ലാം പണിയാൻ വേണ്ടി പണിക്കാരാണ്, പാത്രങ്ങളാണ്, ലേബറേഴ്സ് ആണ്, സെർവൻസ് ആണ്. എന്നാൽ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇതിന്റെ ആർക്കിടെക്റ്റ് ആരാണ്? ചീഫ് എഞ്ചിനീയർ ആരാണ്? കർത്താവായ യേശു ക്രിസ്തു, മിശിഹ ആണ്. ഈ മുളയാണ് ഇതിന്റെ മെയിൻ ആർക്കിടെക്ട്. അതിന് അനേക വാക്യങ്ങളുണ്ട്. ഒരു വാക്യം നമുക്ക് പരിചയമുള്ള ഒരു വാക്യമാണ്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യം. പുതിയ നിയമത്തിൽ നമുക്ക് ദൈവത്തിന്റെ ശരീരം, ദേവാലയം, ദൈവസഭ പണിയുന്നതിനെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. 16-ാം അധ്യായം 18-ാം വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ്. അപ്പോൾ അതിന്റെ വിശദീകരണം നാം മറ്റ് ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്, അതിലേക്ക് നാം പോകുന്നില്ല. എന്നാൽ ദൈവമാണ് എന്ത് ചെയ്യുന്നത്? സഭയെ പണിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവാണ് സഭയെ പണിയുന്നത്. പിന്നീട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 21-22 വാക്യങ്ങൾ. അപ്പൊ ആത്മീയമായിട്ടുള്ള ആലയം, ഭൗതികമായിട്ടുള്ള ആലയമല്ല. നാം ഈ നിൽക്കുന്ന ഈ ഹോളിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ആത്മീകമായിട്ടുള്ള ദേവാലയം, ദൈവത്തിന്റെ ശരീരം, ക്രിസ്തുവിന്റെ ശരീരം പണിയുന്നത്, ബിൽഡ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു സ്വയമാണ്, മനുഷ്യരല്ല. നാം അവന്റെ കയ്യിലുള്ള പാത്രങ്ങൾ മാത്രമാണ്. ഹീ ബെയർസ് ദി ഓണർ. അതിന്റെ സകല ആദരവും മഹത്വവും ഈ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ് പോകുന്നത്. നമുക്കറിയാം
നമ്മുടെ കർത്താവിനെ തുലനം ചെയ്യുമ്പോൾ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ആണ് അത് നാം പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതിനൊരു കാരണം നമുക്ക് ഈ അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മഹാപുരോഹിതനും രാജാവും. അപ്പോൾ പഴയ നിയമത്തിൽ മഹാപുരോഹിതന്റെ റോളും രാജാവിന്റെ റോളും ചെയ്ത ഈ മെൽക്കിസദേക്ക് മാത്രമാണ്. സാധാരണ നാം കാണുമ്പോൾ ഒരു മഹാപുരോഹിതൻ കാണും, മറ്റൊരാള് രാജാവായിരിക്കും. രാജാവിന് ഒരിക്കലും മഹാപുരോഹിതനാവാൻ പറ്റില്ല, മഹാപുരോഹിതൻ ഒരിക്കലും രാജാവാൻ പറ്റില്ല. എന്നാൽ മൽക്കിസദേക്ക് ഒരു എക്സെപ്ഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ആ രീതിയിൽ വരുന്നത്. എബ്രായ ലേഖനത്തിലും സങ്കീർത്തനങ്ങളിലൊക്കെയും ആ കാര്യങ്ങൾ നമുക്ക് വായിക്കുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് കൗൺസിൽ ഓഫ് പീസ്. ഈ രണ്ടു പേർക്കും മനുഷ്യരുടെ ഇടയിൽ സമാധാനം കൊണ്ടുവരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവത്തിന്റെയും മനുഷ്യരുടെയും മേൽ ഒരു സമാധാനം കൊണ്ടുവരുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മഹാപുരോഹിതനായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു, വാഴുന്നത് രാജാവായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തു. എഫീസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14, 15, 16 വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവസാനമായിട്ട് അതിൻ്റെ 14, 15 വാക്യങ്ങൾ നമുക്ക് വായിച്ച് അവസാനിപ്പിക്കാം. 14 and 15. സൈന്യങ്ങളുടെ യഹോവ നിങ്ങളുടെ അയച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും. ഇനി ഞാൻ ഏറ്റവും കാതലായിട്ടുള്ള, നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് ടേക്ക് അവേ ആയിട്ട് എടുക്കാനുള്ള ഒരു കാര്യം ഇതാണ്. 14, 15 വാക്യങ്ങൾ ഇതുവരെ നാം ചിന്തിച്ചതിനോട് ചേർന്നിട്ടുള്ള വിഷയം ഇതാണ്. യോശുവ അവിടെ മഹാപുരോഹിതനായിട്ട് രാജാവായിട്ട് വാഴുന്നത്, അവിടെ കിരീടം വെക്കുന്നത് നാം കണ്ടു. ആരാണ് അതിനുവേണ്ടി മുതൽ മുടക്ക് കൊടുത്തത്? ബാബിലോണിൽ നിന്ന് കടന്നു വന്നവരിൽ നിന്ന് എന്താണ് കളക്ട് ചെയ്തത്? പൊന്നും വെള്ളിയും അവരുടെ കയ്യിൽ നിന്നാണ് എടുത്തത്. ആത്മീകമായിട്ട് ചിന്തിക്കുമ്പോൾ ഇന്ന് നമ്മുടെ മഹാപുരോഹിതനും നമ്മുടെ രാജാവും കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം അത് കണ്ടു കഴിഞ്ഞു. നാം ഈ ദേവാലയം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നാം ആർക്കാണ് ഈ കിരീടം വെച്ച് കൊടുക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് കിരീടം പണിയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് നാം കിരീടങ്ങൾ പണിയുന്നത്. എങ്ങനെയാണ് കിരീടങ്ങൾ പണിയുന്നത്? നമ്മെ തന്നെ നാം കർത്താവിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. വി ഹാവ് ടു ഗിവ് അവർസെൽസ്. കർത്താവിന് നമ്മുടെ പൊന്നോ വെള്ളിയോ നമ്മുടെ പണമോ കാര്യങ്ങളോ അല്ല പ്രധാനമായിട്ട് വേണ്ടിയത്. കർത്താവിന് നമ്മെ തന്നെ വേണം. ആത്മീക അർത്ഥമാണ് നാം ചിന്തിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ കിരീടം എന്ന് പറയുന്നത്, പ്രഭ എന്ന് പറയുന്നത്, മഹത്വം എന്ന് പറയുന്നത്, കർത്താവ് വാഴുവാൻ വേണ്ടി കടന്നു വരുന്നു. കർത്താവ് രണ്ടാമത് കടന്നു വരുന്നു. കർത്താവിന്റെ കിരീടം നാം പണിയുമ്പോൾ, കർത്താവിന് നാം കൊടുക്കുമ്പോൾ നമ്മെ തന്നെ നാം കൊടുക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ മഹത്വം എത്രത്തോളം കൂടും, ഞാൻ എത്രത്തോളം കർത്താവിന് എന്നെ തന്നെ സമർപ്പിക്കുന്നുവോ. ഹൗ മച്ച് എവർ ഐ ഗിവ് മൈ സെൽഫ്, എംപ്റ്റി മൈ സെൽഫ് ടുവേർഡ്സ് ക്രൈസ്റ്റ്, okay, that is the extent to which Christ is exalted and glorified. ദൈവം അത്രമാത്രം മഹത്വപ്പെടുകയാണ്. ചെറിയ വിഷയമല്ല, അത്ര വലിയ പദവിയാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. അവിടെ ആ ജോഷുവയ്ക്ക് വേണ്ടി ആ കിരീടത്തിന്റെ ഒരു ചിത്രം നാം കാണുമ്പോൾ, നമ്മുടെ കർത്താവ് ഈ ആലയത്തെ പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആലയത്തിന്റെ മൂലക്കല്ലായിരിക്കുന്ന, കോർണർ സ്റ്റോൺ ആയിരിക്കുന്ന കർത്താവിന്റെ കിരീടം നമ്മുടെ ജീവിതങ്ങൾ തന്നെ സമർപ്പിച്ചു വേണം നാം പണിയുവാൻ വേണ്ടി. ആരാണ് അത് പണിയുന്നത്? ഇസ്രായേൽ ജനം മാത്രമല്ല. അവിടെ നിങ്ങൾ അത് വായിച്ചു കാണും. ദോസ് ഹു ആർ ഫാർ ഓഫ്, അവിടെ എങ്ങനെയാ മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ദൂരദേശത്തിലുള്ളവരും ദൂരസ്ഥന്മാരും ദൂരസ്ഥന്മാരും വന്ന് യഹോവയിലെ ആലയം പണിയും. നമ്മെ സംബന്ധിച്ച് ഇസ്രായേലുമായിട്ട് യാതൊരു അടുപ്പവും നമുക്കില്ല. നാം ഒക്കെ ദൂരസ്ഥന്മാരുടെ ആ ഒരു ഗണത്തിൽ വരുന്നവരാ. ഒരു വാക്യം നമുക്ക് വായിക്കാം. നാം സാധാരണ ആരാധനയിൽ വായിക്കുന്നതാണ്. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യമാണെന്ന് തോന്നുന്നു. മുൻപേ ദൂരസ്ഥരായിരുന്നവർ ഇന്ന് ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം ദൂരസ്ഥരായിരുന്നു, ഇന്ന് സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ദൂരസ്ഥരാണ് എന്ത് ചെയ്യുന്നത്? ആലയം പണിയുന്നത്. ഇന്ന് ആത്മീകമായിട്ട് ദേവാലയം നാം പണിയുന്നുണ്ടെങ്കിൽ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനുള്ള ഒരു കാര്യമാണ് അവിടെ വായിക്കുന്നത്. മറ്റൊരു പദം അവിടെ ശ്രദ്ധേയമാണ്. ഏറ്റവും അവസാനം അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഞാൻ വായിക്കട്ടെ. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് പ്ലേസ്
ഇഫ് യു കംപ്ലീറ്റ്ലി ഒബേ ദ ലോർഡ് യുവർ ഗോഡ്. അത് എങ്ങനെയാ സംഭവിക്കുന്നത്? നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് അനുസരിക്കുമെങ്കിൽ അത് സംഭവിക്കും. എന്ത് സംഭവിക്കും? ഈ കിരീടങ്ങളൊക്കെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നു. ദൈവത്തിന്റെ കാര്യപരിപാടികൾ, ദൈവത്തിനുള്ള മഹത്വം നിങ്ങളിലൂടെ ഇതൊരു മെമ്മോറിയൽ ആയിട്ട് ദൈവത്തിന് ഒരു കിരീടം നിങ്ങൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് അടിസ്ഥാനമായിട്ട് നിങ്ങൾ ചെയ്യണം. കംപ്ലീറ്റ് ഒബീഡിയൻസ്, അങ്ങനെയാ പറയുന്നത്. ഇഫ് യു കംപ്ലീറ്റ്ലി ഒബേ. അപ്പോൾ പലപ്പോഴും നാം പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെ, ദൈവജനമായിട്ട് ഒബീഡിയൻസ് ഉണ്ടെന്ന് തന്നെ പറയാം. അനുസരിക്കുന്നുണ്ട്, ദൈവകൽപ്പന അനുസരിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും നാം ദേവാലയത്തിൽ കടന്നു വരും, ദൈവത്തെ ആരാധിക്കും അല്ലെ, കൽപ്പനകൾ അനുസരിക്കും. മറ്റ് മീറ്റിംഗ്സിനൊക്കെ നാം കടന്നു വരുന്നുണ്ട്, ദൈവിക കാര്യങ്ങളിൽ നാം ഏർപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ആ പദം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒബേ, പൂർണ്ണമായിട്ടുള്ള അനുസരണം. അതിനകത്ത് യാതൊരു ലാഘവത്തോടെ 1% പോലും മിസ്സാകുവാൻ പാടില്ല. പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ അനുസരണം നാം ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ കാര്യങ്ങളൊക്കെ നിവർത്തിക്കപ്പെടും, യാതൊരു സംശയമില്ല. കർത്താവിന് കിരീടം പണിയുവാൻ വേണ്ടി നമ്മെ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൂരസ്ഥരായിരുന്ന നമ്മെ കർത്താവ് സമീപസ്ഥരാക്കി കർത്താവിന് വേണ്ടി കിരീടങ്ങൾ പണിയുവാൻ നമ്മെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവ് നമ്മെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരേ ഒരു വ്യവസ്ഥയേ ഉള്ളൂ, പൂർണ്ണ അനുസരണം. ഒരു പകുതി പാർഷ്യൽ അനുസരണമല്ല, പൂർണ്ണമായിട്ടുള്ള അനുസരണം. ഇതാണ് ഈ അധ്യായം നമ്മെ ഇന്ന് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 8 ദർശനങ്ങൾ നാം ധ്യാനിച്ചു കഴിഞ്ഞു, ചിന്തിച്ചു കഴിഞ്ഞു. 8 ദർശനങ്ങൾ പെട്ടെന്ന് ഓർത്തെടുക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പഠിച്ചെടുക്കുവാൻ സാധിച്ചാൽ നല്ലതായിരിക്കും. ആദ്യം നാം മറ്റേ കൊടുന്ത് മരങ്ങളുടെ മധ്യത്തിൽ കുതിരകളുടെ ഒരു ദർശനമാണ് ആദ്യം കണ്ടത്. അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം അന്ന് വളരെ വിഷമത്തിൽ കിടന്ന ജനത്തിന് കൊടുക്കുന്ന ഒരു ചിത്രീകരണമാണ് ആ ദർശനത്തിലൂടെ നാം കാണുന്നത്. ഇന്ന് നമുക്കും കർത്താവ് അത് നൽകുന്നു. പിന്നീട് നാം 4 കൊമ്പുകളും ക്രാഫ്റ്റ്സ്മാനെ കുറിച്ചുള്ള ദർശനം രണ്ടാമത്തെ ദർശനമായിട്ട് കണ്ടു. അവിടെ കർത്താവ് എങ്ങനെയാണ് തൻ്റെ ജനത്തിനെതിരെ വരുന്ന ശക്തികളെ തടയ്ക്കുന്നത്, ഡിഫെൻഡ് ചെയ്യുന്നത്, ആ വിഷയങ്ങൾ നാം കണ്ടു. 4 കൊമ്പുകൾ ഇസ്രായേൽ ജനത്തിന് എതിരെ വന്നു. 4 രാജ്യങ്ങളെ കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. എന്നാൽ അവിടെ കർത്താവിന്റെ ക്രാഫ്റ്റ്സ്മെൻ, കൊല്ലന്മാര്, ഏത് വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ആ ക്രാഫ്റ്റ്സ്മെനെ ഉയർത്തി കർത്താവ് അവരെ രക്ഷിക്കുന്ന ഒരു ചിത്രീകരണം രണ്ടാമത്തെ ദർശനത്തിൽ നാം കണ്ടു. മൂന്നാമത്തെ ദർശനത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം, ഒരു അളവുകോല് പിടിച്ച്, മെഷറിംഗ് ലൈൻ പിടിച്ച് യെരുശലേമിനെ സംരക്ഷിക്കുന്ന ഒരു ദൈവം. അവിടെ തീമതിലായിട്ട് കർത്താവ് നിൽക്കുന്നു, തീമതിൽ വെച്ച് സംരക്ഷിക്കുകയാണ്. ഇന്ന് സഭയെ, ദൈവത്തിന്റെ ജനത്തെ തീമതിലായിട്ടാണ് സംരക്ഷിക്കുന്നത്. നമ്മൾ ആർക്കും നോ പറയുന്നില്ല, ആർക്കും പ്രവേശിക്കാം, ദേവാലയത്തിലേക്ക്, ദൈവജനത്തിന്റെ അടുത്തേക്ക് വരാം. എന്നാൽ അവിടെ ഒരു തീമതിലുണ്ട്, അതിലൂടെ വേണം കടന്നു വരാൻ. ആ ഊഷ്ണം, ആ തീ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നീട് നാം 4ാമത്തെ ദർശനത്തിൽ നാം ഇപ്പോൾ ചിന്തിച്ചതാണ് യോശുവയുടെ വിശുദ്ധീകരണം, ക്ലെൻസിങ് ഓഫ് ജോഷുവ കണ്ടു. അവിടെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? അവിടെ ഇന്റർസീഡ് ചെയ്യുകയാണ്. പിശാചിന്റെ ആ ആരോപണത്തിന്റെ എതിരെ ദൈവത്തോട് പറയുകയാണ്, ഇങ്ങനെയല്ല, ഇവിടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അവിടെ ജോഷുവയെ ക്ലെൻസ് ചെയ്യുകയാണ്, വിശുദ്ധീകരിക്കുകയാണ് 4ാമത്തെ ദർശനത്തിൽ. 5ാമത്തെ ദർശനത്തിൽ നാം അവിടെ ലാംപ് സ്റ്റാൻഡ് എന്താണ് കണ്ടത്? അത് കണ്ടു. ഒലിവ് മരങ്ങളെ കുറിച്ചുള്ള ദർശനങ്ങൾ കണ്ടു. അവിടെ പരിശുദ്ധാത്മാവിന്റെ പവർ, അവിടെ ദൈവത്തിന്റെ ശക്തിയാൽ, മനുഷ്യന്റെ ബലത്താലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ആണ് ജയം, ബലം, ശക്തി എല്ലാം എന്നുള്ളത്. ആ വാക്യമായിരുന്നു താക്കോൽ വാക്യമായിട്ട്. ബൈ ദ പവർ ഓഫ് ദ സ്പിരിറ്റ് കാര്യങ്ങൾ ദൈവം ചെയ്യുന്നു. പിന്നീട് 6ഉം 7ഉം ദർശനങ്ങൾ നാം കാണിച്ചു. പറക്കുന്ന ഒരു ചുരുൾ, അതിനെക്കുറിച്ച് നാം ചിന്തിച്ചതാണ്. ന്യായവിധിയെക്കുറിച്ച് കാണിക്കുന്നു, കള്ളം പറയുന്നവരുടെ എതിരെയുള്ള ന്യായവിധി, സ്റ്റീലിംഗ്, മോഷ്ടിക്കുന്നവരുടെ എതിരെയുള്ള ന്യായവിധി ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും നമ്മെക്കുറിച്ച് നാം ചിന്തിച്ച വിഷയമാണ്. ഇഫയുടെ മധ്യത്തിലുള്ള ആ ഒരു സ്ത്രീയെക്കുറിച്ച് നാം 7ാമത്തെ ദർശനത്തിൽ ചിന്തിച്ചിരുന്നു. അത് കാണിക്കുന്നത് ബാബിലോണിലെ ദുഷ്ടതയെ കാണിക്കുന്നു. അതിന് ന്യായവിധിയുണ്ട്, അതിനെ ഒരു കർത്താവ് എടുത്ത് കളയുക തന്നെ ചെയ്യുമെന്ന് അവസാന വാക്യങ്ങളിൽ ആ ദർശനത്തിൽ നാം കണ്ടു. പിന്നീട് ഇന്ന് നാം ഏറ്റവും ഒടുവിൽ ഈ 6ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ദർശനം നാം കണ്ടു. 4 രഥങ്ങളെ കുറിച്ചുള്ള
ദർശനം, അവിടെ കർത്താവിൻ്റെ പരമാധികാരം, ന്യായവിധി, അതിനെക്കുറിച്ചൊക്കെ നാം കണ്ടു. ഈ ദർശനങ്ങളെല്ലാം, all these visions encourage God's people to rise up and build his house. ദൈവത്തിൻ്റെ ജനം അവർ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയം പണിയണം. അന്ന് ഇസ്രായേൽ ജനത്തോട് അക്ഷരികമായിട്ടത് പറഞ്ഞു. ഇന്ന് ആത്മീകമായിട്ട് ദൈവം നമ്മോട് പറയുകയാണ്, യു കനോട്ട് ജസ്റ്റ് സിറ്റ് ക്വൈറ്റ്ലി. ഒന്നും ചെയ്യാതെ ലാഘവത്തോടെ ലേസി ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കുവാൻ സാധ്യമല്ല. നിങ്ങൾ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ശരീരം, ദേവാലയം, ദൈവത്തിൻ്റെ സഭ അത് പണിയണം. കൂടുതൽ ആളുകളിലേക്ക് ഈ സുവിശേഷം എത്തിക്കണം. ദൈവത്തിൻ്റെ സഭയിലേക്ക് അവരെ കൊണ്ടുവരണം. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അതിനുവേണ്ടി നമുക്ക് ഉത്തേജനം നൽകുന്ന ദർശനങ്ങളാണ് ഈ കാര്യങ്ങൾ. ഇതിന്റെ തുടക്കം കുതിരകളിൽ നാം കണ്ടു. ഒടുക്കത്തിൽ ഏറ്റവും അവസാനവും ദൈവത്തിൻ്റെ കുതിരകൾ, ദൈവത്തിൻ്റെ പവർ എംഫസൈസ് ചെയ്യുന്ന, കർത്താവിൻ്റെ പരമാധികാരത്തെ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളാണ്. ഇന്ന് നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ, ദൈവമാണ് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ മേലും സർവാധികാരമുള്ള ആ ദൈവം. അനേക കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ നാം കാണുന്നുണ്ട്. മനുഷ്യൻ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും, ഈ ഇന്ന രാജ്യത്തെ നേതാവ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. എന്നാൽ നമ്മൾ മനസ്സിലൊരു കാര്യം ഓർക്കുക, ഗോഡ് ഈസ് റൂളിംഗ് ഓവർ നേഷൻസ് ഇൻ ഓൾ ഹിസ് സോവറിനിറ്റി. കർത്താവിൻ്റെ പൂർണ്ണ സർവാധികാരത്തിൽ ദൈവമാണ് സകല രാജ്യങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്, നിയന്ത്രിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. കർത്താവിൻ്റെ ന്യായവിധികൾ പരമാർത്ഥതയുള്ളതാണ്, സത്യമായിട്ടുള്ളതാണ്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. കർത്താവിന് വേണ്ടി കൊടുക്കുന്നവർ, ഓഫറിങ്സ് ഓഫ് ഗോഡ്, അത് ദൈവത്തിൻ്റെ വേർപെട്ട ജനങ്ങൾ മാത്രമാണ് അത് ചെയ്യേണ്ടത്. എവിടെന്നെങ്കിലും എന്തെങ്കിലും ലഭിച്ചാൽ മതി എന്നുള്ള ചിന്താഗതി തെറ്റാണ്. ഇവിടെ നാം പഠിച്ചത്, ഓഫറിങ്സ് ഫോർ ഗോഡ്സ് വർക്ക് മസ്റ്റ് കം ഫ്രം ദി സെപ്പറേറ്റഡ് ഗോഡ്സ് പീപ്പിൾ. വേർപെട്ട ദൈവജനത്തിൽ നിന്ന് മാത്രമേ ദൈവത്തിന് വേണ്ടി, ദേവാലയത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ഏത് രീതിയിലുള്ളതും വരുവാൻ പാടുള്ളൂ. ക്രിസ്തു, മുളയായിട്ടുള്ള ക്രിസ്തു രാജാവും മഹാപുരോഹിതനും രണ്ടുമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കി. ആ ക്രിസ്തുവാണ് ദേവാലയം പണിയുന്നത്. ആ വിഷയം നാം മനസ്സിലാക്കി. പുതിയ ദേവാലയം ഇന്ന് നാം പണിയുന്നത് യഹൂദന്മാർ മാത്രമല്ല, ദൂരസ്ഥരായിരിക്കുന്ന ജാതികളും നാമും ഇന്ന് ദൈവത്തിൻ്റെ ആലയം ചേർന്ന് പണിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. കംപ്ലീറ്റ് ഒബീഡിയൻസ് ഈസ് വാട്ട് ഈസ് റിക്വയർഡ്. പൂർണ്ണ അനുസരണമാണ് നമുക്ക് വേണ്ടിയത്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവമാണ് ദൈവത്തിൻ്റെ ആലയം പണിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരങ്ങളെ, നമ്മെ തന്നെ കർത്താവിന് നാം അർപ്പിക്കുമ്പോൾ, നമ്മുടെ രാജാവിനും മഹാപുരോഹിതനും അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആലയം പണിയുക തന്നെ ചെയ്യും. നമ്മെ കർത്താവ് ഉപയോഗിക്കും. വരും ദിവസങ്ങളിൽ കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.